മഴക്കാലത്ത് കുടചൂടി നിൽക്കുകയാണ് കൂണുകൾ. പരിസ്ഥിതിയിലെ ഏറ്റവും ലോലമായ സാന്നിധ്യമായ കൂണുകളുടെ ജൈവ വൈവിധ്യം പുതുതലമുറയ്ക്ക് പകരുകയാണ് കാസർകോട്ടെ ഇടയിലേക്കാട്. അജീഷ് പില്ലിക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന കൂണുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. ഈ വരികൾ സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് കാസർഗോഡ് തൃക്കരിപ്പൂരിലെ ഇടയിലേക്കാട് കാവ്. ഈ കാവിൽ ഇപ്പോൾ നിറയെ കൂണുകളാണ്. വ്യത്യസ്ത ഇനത്തിലും ജനുസിലും പെട്ട കൂണുകൾ. കുടചൂടി നിൽക്കുന്ന കൂണുകളെ കണ്ടറിയാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കിയത് നവോദയ ഗ്രന്ഥാലയം. കൂണുകളെ കാണാം കൂട്ടുകാരെ എന്ന ഈ നിരീക്ഷണ പരിപാടി സംഘടിപ്പിച്ചത് ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ തുടർച്ചയായി നടത്തിയ ജൈവോത്സവത്തിൽ കൂണുകളുടെ വൈവിധ്യം നേരിട്ടറിഞ്ഞു വിദ്യാർത്ഥികളും ഗ്രന്ഥശാല പ്രവർത്തകരും. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടം കൂണറിവുകൾ പങ്കുവച്ച ഈ നിരീക്ഷണത്തിൽ 16 ഇനം കൂണുകളെയാണ് കാവിൽ നിന്ന് കണ്ടെത്തിയത്. കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച പെൻസിൽ കൂണുന്നത് കണ്ടു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴും നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ ഒരുപാട് ഗവേഷണം വിഷയമായ ഒരു വിഭാഗമാണ് കൂണുകൾ. ചീഞ്ഞ ഇലകളെയും മര അടികളെയും ആശ്രയിച്ച് മുളച്ചു പൊങ്ങുന്ന മഴയുടെ മക്കളാണ് കൂണുകളെന്ന് കൂണുകാണൽ ഉദ്ഘാടനം ചെയ്ത പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടം പറഞ്ഞു. നിറത്തിലും ആകൃതിയിലും വൈവിധ്യം നിറഞ്ഞ ഈ കൂണുകളുടെ പേരുകൾ ഇങ്ങനെയാണ്: ഗാനോഡർമ, അഗാരിക്കസ്, ലെൻഡിനസ്, പോളിപോറസ്, പ്ലൂറോട്ടസ്, കോറിയോലസ്, ഹെക്സാഗോണിയ, മൈക്രോപോറസ്, മരാസ്മിയസ്, പെസിസ, മരാസ്മിയല്ലസ്, ഡാൻഡനിയ, സൈലാറിയ, ഹൈപ്പോഫോറ, ലെപ്റ്റിയോറ്റ. പരിസ്ഥിതി പ്രവർത്തകരായ കൃഷ്ണദാസ് പലേരി, കെ വി കൃഷ്ണപ്രസാദ് വൈദ്യർ, ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ എന്നിവർ കൂണുകളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ കരുണാകരൻ, എം ഉമേശൻ, കെ സത്യൻ, സി പൃഥ്വിരാജ്, വി സിന്ധു, സി ജലജ എന്നിവർ കൂണുകളെക്കുറിച്ച് സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.